ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് കൊല്ലത്ത് തിരുമുല്ലവാരം ബീച്ചിലാണ്. ഈ തിരുമുല്ലവാരം ബീച്ചെന്ന് പറയുന്നത് കളക്ട്രേറ്റിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ഇവിടെ നല്ല തെങ്ങും തോപ്പും ഒക്കെ ഉണ്ട്. നല്ല രസകരമായ ഒരു ബീച്ചാണ്. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടെ ഉണ്ട്. വളരെ പേരുകേട്ട ഒരു ക്ഷേത്രമാണ് വിഷ്ണു ക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം. തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രമാണ് എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. പിന്നെ ഈ തിരുമുല്ലവാരം ബീച്ചിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാൻ തോന്നുന്നു. ഇവിടെയാണ് വാവു ബലി ഇടാനായിട്ട് ആൾക്കാർ വരുന്നത്. അങ്ങനെ ആ ഒരു പ്രത്യേകത കൂടെ ഇവിടെ ഉണ്ട്. ധാരാളം തെങ്ങുകളും ഒക്കെ ഉണ്ട്. ശാന്തസുന്ദരമായൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ബീച്ചിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്കപ്പോൾ കാഴ്ചകൾ തുടരാം. വാവു ബലിയുടെ സീസണായി കഴിഞ്ഞാൽ ഇവിടെ മുഴുക്ക ഇത് കണ്ടില്ലേ, ധാരാളം ബലിയിടുന്ന ശാന്തിമാർ ഇവിടെ ഉണ്ടാവും. ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബലിയിടാൻ വേണ്ടി വരുന്ന ഒരു ബീച്ചാണ്. പിണ്ടബലി, അസ്ഥി നിമജ്ജനം എന്നിനൊക്കെ വരുന്ന ആൾക്കാർ, അതിനുള്ള ശാന്തിമാരുടെ ഇരിപ്പിടങ്ങളാണിത്. ഈ കാണുന്നതൊക്കെ ബലിയിടീൽ കർമ്മവും നിമജ്ജനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബാക്കി വന്ന കടലിൽ നിന്നും അടിഞ്ഞു കയറിയ സാധനങ്ങളാണ്. ഇത് കടലിലോട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു മുനമ്പാണ്. വിശാലമായിട്ടുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. തീരത്തിൻ്റെ വിശാലമായൊരു വ്യൂ. എന്തുകൊണ്ടും ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരു ബീച്ചാണ്. ധാരാളം നല്ല ഫ്രെയിമുകൾ ഇവിടെ നമുക്ക് കമ്പോസ് ചെയ്ത് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങ് ദൂരെയായിട്ട് ആൾക്കാർ കുളിക്കുന്ന കാണാൻ പറ്റും. ഇവിടെ ഈ വേലിയേറ്റം ഉള്ളപ്പോഴും വേലി ഇറക്കമുള്ളപ്പോഴും വളരെയധികം ആഴം കുറവാണ്. അതുകൊണ്ട് തന്നെ കുളിക്കാൻ സൗകര്യപ്രദമായ ഒരു ബീച്ചാണ് തിരുമുല്ലവാരം ബീച്ച്. റിസോർട്ടിന് വേണ്ടി പണിഞ്ഞ ഒരു സ്ഥലമാണ്. പക്ഷേ എന്തോ ഒരു കേസോ സംഗതിയൊക്കെ ആയിട്ട് കുറേ കാലമായിട്ടിങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണിത് ചെയ്തു വച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കേസിലോ വഴക്കിലോ ഒക്കെ ആയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഇതിങ്ങനെ അടഞ്ഞു കിടക്കുകയാണ് ഇവിടെ. ഇതാണ് ചിൽഡ്രൻസ് പാർക്ക്. 2020 ഇത് ഉദ്ഘാടനം ചെയ്തത്. റിസോർട്ടിൻ്റെ ഭാഗങ്ങളാണ് ഇത് ഇടതുവശത്ത് കാണുന്നത്. ഇതിൻ്റെ ഈ വഴിയിലൂടെ ഇങ്ങനെ വിരസമായിട്ട് വളരെ സരസമായിട്ട് നടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു റിസോർട്ടാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ജനങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നിങ്ങളങ്ങ് ദൂരെ കാണുന്നതാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. കാണുന്നുണ്ട്, അതാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്.
തിരുമുല്ലവാരം ബീച്ചിൻ്റെ വളരെ ദൂരെ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അരുൺ കളപ്പില എന്ന എഴുത്തുകാരൻ അങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. എല്ലാവരും ഫോട്ടോഗ്രാഫിയിൽ പുതിയ മാനങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്തമയം കഴിഞ്ഞു, പ്രദോഷമായി. ഇനിയിപ്പോൾ അവരവരുടെ വീടുകളിലൊക്കെയാണല്ലോ പോകാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.